എന്ത് ഒലക്കമല മാധ്യമ പ്രവർത്തനങ്ങന്മാരത്? സ്ത്രീകൾ യാത്ര പോകുമ്പോൾ ഭർത്താവോ സഹോദരനോ കൂടെ ഉണ്ടാകുന്നതാണ് ഉചിതം. നഫീസുമ്മയ്ക്കെതിരായ പ്രസ്താവനയെ ന്യായീകരിച്ച് കാന്തപുരം. ഞാൻ സത്യത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ആ ഒരു പത്ര മാധ്യമങ്ങൾക്ക് മുമ്പിലേ പറയുന്ന ഭാഗം മുഴുവൻ ഞാൻ കേട്ടു. നിങ്ങളും കേൾക്കണം. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയുടെ വിഷയത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് എനിക്കറിയില്ല കേട്ടോ, അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ട് അദ്ദേഹം പറയാണ്, സ്ത്രീകളുടെ യാത്രയുമായി ബന്ധപ്പെട്ട് പൊതുവിലൊരു അഭിപ്രായം പറയാണ്. അതായത് ഭർത്താവോ സഹോദരനോ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ കൂടെ ഉണ്ടാകണം യാത്രക്ക് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത് നഫീസുമ്മാനെ കരുതിയിട്ടൊന്നുമല്ല. ഇത് നഫീസുമ്മ ജനിക്കണീൻ്റെയൊക്കെ 1000 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. ഇനിയിപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ഇസ്ലാമിന് പറയാനുള്ള കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് ഈ കോലത്തിൽ ഇത് നഫീസുമ്മക്കെതിരാണ് എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുന്നത്? എങ്ങനെയാണ് ഇതിനെ ശരിക്കും മാധ്യമപ്പണി മാമാപ്പണി എന്നാ പറയാം. നിങ്ങൾ അദ്ദേഹത്തിനോടുള്ള ചോദ്യം ഒന്ന് കേട്ടു നോക്കി. അദ്ദേഹം അതിന് പറയുന്നുണ്ട്, ഞാനത് കേട്ടിട്ടില്ല, അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ഞാൻ അതിനെങ്ങനെ മറുപടി പറയാം. പിന്നെ പൊതുവേ പറയും, സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ഇസ്ലാമിൻ്റെ നിയമം? അതിപ്പോൾ നഫീസുമ്മാനെക്കെതിരെ ആണോ? അല്ല, അതൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഇവിടെ ഇസ്ലാമിൻ്റെ ആശയത്തെ അങ്ങനെ തന്നെ പറഞ്ഞതാണ്. പിന്നെ ഇപ്പോൾ പുരോഗമനത്തിൻ്റെ കാര്യം പറഞ്ഞ് പലരും പറഞ്ഞു. ഇപ്പോൾ കള്ള് കുടിച്ചരുത് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്, അത് ഇസ്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് 10,500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം പറഞ്ഞതാണ്. ഇനിയും ആയിരക്കണക്കിന് വർഷങ്ങൾ ഇസ്ലാമിന് പറയാനും അത് തന്നെയാണ്. പലിശക്ക് കൊടുക്കരുത് കേട്ടോ, വ്യഭിചരിക്കരുത് കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമിന് പറയാനുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞ പോലെ സ്ത്രീകളുടെ യാത്രയുമായി ബന്ധപ്പെട്ടൊന്നല്ല. സ്ത്രീകൾക്ക് ഇപ്പോൾ അതിൽ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നുണ്ട്, സ്വത്തവകാശത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്ത്രീകൾക്ക് തീരെ സ്വത്തവകാശം ഇല്ലാത്ത എത്രയോ മതങ്ങളില്ലേ. അതങ്ങനെയല്ല, സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അതിനെ പഠിപ്പിച്ച് അങ്ങനെ തന്നെ നിബന്ധനയെ നിർബന്ധമാക്കിയ ഒരു മതമാണ് ഈ പറഞ്ഞ ഇസ്ലാം മതം. അതും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറയുന്നുണ്ട്. അതായത് പറയാത്തൊരു കാര്യത്തെ വെറുതെ കൊണ്ടുവന്നിങ്ങാണ്ട് വളച്ചൊടിക്കുക. ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതിങ്ങനെ പ്രതികരിച്ചോ നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ, അതായത് ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിൻ്റെ വശമാണ്, അതെല്ലാവർക്കും അറിയാം. അതിൽ ചെന്നുങ്ങാണ്ട് പല മുസ്ലിം പ്രൊഫൈലുകളും പോയി കമൻ്റ് ഇടുന്നത് കണ്ടു. ഇസ്ലാമിൻ്റെ നിയമമാണ് അദ്ദേഹം പറഞ്ഞത് കേട്ടോ. അങ്ങനെ തന്നെ നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ ഇവിടുന്ന് ഹജ്ജിനും മറ്റുള്ളതിനൊക്കെ പോകുമ്പോൾ ഇവിടെ മുജാഹിദുകാരനാകട്ടെ ജമാഅത്തെ ഇസ്ലാമിക്കാരനാകട്ടെ മുസ്ലിമാണോ മഹറം ഉണ്ടാകുന്ന യാത്രകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാറ്റാണോ? ഇതിപ്പോൾ ഇന്നിപ്പോൾ പത്രക്കാർക്ക് മുമ്പിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതല്ലല്ലോ. ഇത് 1500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇത് കൃത്യമായി അവതരിപ്പിച്ചതാണ് എന്നുള്ളത് ബോധ്യമില്ലാത്ത മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പുരോഗമനത്തിൻ്റെ വേറൊരു കോലത്തിൽ നിങ്ങൾ വായിക്കണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുന്നവരോടാ പറയണത്. അതൊന്ന് കേട്ടു നോക്കി. അദ്ദേഹം പറയുന്ന കാര്യം ആരെക്കുറിച്ചാണ്, അല്ലാതെ ഈ നഫീസുമ്മ. ശരിക്കും നിങ്ങൾ ആലോചിച്ചു, ആ നഫീസുമ്മയെ ശരിക്കും ഇപ്പോൾ മാധ്യമ ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നത് ഈ പറയുന്ന മാധ്യമങ്ങളാണ്. അല്ലാതെ അതിനെക്കുറിച്ച് ആ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അത് അറിയില്ല. എന്താണ് ഈ പറയുന്ന ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിൽ പറഞ്ഞത് എന്ന് എനിക്കറിയില്ലല്ലോ, ഞാൻ അതിന് എങ്ങനെ മറുപടി പറയുന്ന. പിന്നെ പൊതുവായിട്ടുള്ളൊരു കാര്യം സംസാരിച്ചിട്ട്, പൊതുവായി പല സംഗതികളും സംസാരിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ സ്വത്താവകാശം വരെ പറയുന്നുണ്ട്, നമ്മൾ കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ പേര് മാധ്യമ പ്രവർത്തനം എന്നല്ല, ഇതൊരുമാതിരി കുത്തിത്തിരിപ്പിൻ്റെ പ്രവർത്തനമായിട്ട് നമുക്ക് കാണുന്നത്. നിങ്ങളിപ്പോൾ ഇനി ഏതർത്ഥത്തിലെടുത്താലും നമുക്ക് കുഴപ്പമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം ആ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. വാർത്ത വന്നത് ഈ കോലത്തിലാണ്. സ്ത്രീകൾ യാത്ര പോകുമ്പോൾ ഭർത്താവോ സഹോദരനോ കൂടെ ഉണ്ടാകുന്നതാണ് ഉചിതം. നഫീസുമ്മക്കെതിരായ പ്രസ്താവനയെ ന്യായീകരിച്ച് കാന്തപുരം. നിങ്ങൾ ഇനി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി, ഇവരെടുത്ത പണിയൊന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിനെയാണ് മാധ്യമപ്രവർത്തനം. ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം ഇതൊക്കെയാണ്. എന്ത് ചെയ്യുക?